Nalifa teacher, youth member, smart member. ഓർമ്മ എപ്പോൾ മോദിക്കൊന്നും ഓർമ്മയില്ല. മോദിക്ക് വെള്ളം വീണിട്ട് പറയുന്നത് എന്താ, ഒരിക്കലും തോർന്നോളൂ. അങ്ങനെയാണ് ഇപ്പൊ എൻ്റെ മോൾ അങ്ങനെ നിരീക്ഷുകൊണ്ട് എനിക്ക് സന്തോഷമായി. നമ്മളെ മെമ്പർ എല്ലാം കൊണ്ടും എന്താ പറയണ്ടേ, നല്ലൊരു മെമ്പർ തന്നെയാണ്. ഉള്ളതിനേക്കാളും ഒരുപാട് നമുക്ക് സഹായങ്ങൾ എപ്പോൾ വിളിച്ചാലും എത്തുന്ന രീതിയിലുള്ളൊരു നല്ലൊരു മെമ്പർ തന്നെയാണ് നമുക്കിപ്പോൾ നിലവിലൂടെ ഉള്ളത്. ഇപ്പം നമുക്കിപ്പോൾ ലൈഫിൻ്റെ വീട് പാസ്സായിട്ടുണ്ട്. എപ്പോൾ വിളിച്ചാലും ഓടിയെത്തും. ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ വാർഡിലെ പ്രധാന പ്രശ്നം എന്നുള്ളത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതാണ്. വാർഡിൽ എവിടെയും സ്ട്രീറ്റ് മെയിനും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി TC ഇബ്രാഹിം സാഹിബ് റോഡിൽ സ്ട്രീറ്റ് മെയിൻ വിൽക്കുകയും അതിൽ 10ഓളം സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു മെമ്പർ നമുക്ക് കിട്ടിയിട്ടുമില്ല, ഇങ്ങനത്തെ ഒരു മെമ്പർ നമുക്ക് കണ്ടിട്ടുമില്ല. അത്ര നല്ല ഭംഗിയുള്ളൊരു പോക്ക്, നല്ലൊരു ടൂറും എല്ലാം നല്ല സംബന്ധിച്ച് നല്ല ഭക്ഷണവും കാര്യവും എല്ലാം നമുക്ക് തരവും മേച്ചരവും അതിനെല്ലാം നല്ല ഒരു നന്ദിയും അതുകൊണ്ട് നല്ല സന്തോഷത്തിലാകുമ്പോൾ ഈ പോയി വന്ന് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിയും ഇവര് ഇപ്പം 15 ശേഷം നല്ലൊരു ഉപകാരമുള്ളവരായി. ഇപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നില്ലേ? നല്ല സ്നേഹമാണ്. പിന്നെ നമ്മളിപ്പോൾ തൊഴിലുറപ്പുകാരെ ഒരു ടൂറ് പോയിരുന്നു. നേരം അംഗൻവാടിക്കാരെ അതിൽ ഉൾപ്പെടുത്തി. അതെന്ന് വെച്ചാൽ അതിലുള്ള അവർ പറയുന്നത് വെച്ചാൽ അത്രയും നല്ല ഒരു എന്താ പറയണ്ടേ, എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമായ ഒരു നിമിഷമായിരുന്നു. ഇങ്ങനത്തെ ഒരു മെമ്പറെ നമുക്ക് ആദ്യമായിട്ടാണ് നമ്മൾ ഈ വാർഡിലേക്ക് കിട്ടുന്നത്, ഈ 9ാം വാർഡിലേക്ക് കിട്ടുന്നത്. ഇനിയും തുടർന്ന് ഇവിടെ തന്നെ നിൽക്കണം എന്നാണ് എൻ്റെ സ്വന്തം അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായം. 8ാം വാർഡിലെ നലീഫ ടീച്ചർ ഇപ്പം 5 വർഷം പൂർത്തിയാക്കി. നമുക്ക് പല പല നല്ല കാര്യങ്ങളും മെമ്പർ ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളെയും എല്ലാ പാർട്ടിക്കാരെയും ഒരേപോലെ കാണുന്ന ഒരു മെമ്പറാണ്. 8ാം വാർഡിൽ അടച്ചുറപ്പുള്ള വീടില്ലാത്തവർക്ക് സൗകര്യപ്രദമായ വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ മനസ്സിൽ ഉറപ്പിച്ചിരുന്നത്. അത് ഏതെങ്കിലും പദ്ധതിയിലൂടെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ ലൈഫ് ഭവന പദ്ധതിയുടെയും PMAYയുടെയും സഹായത്തോടെ നമ്മുടെ വാർഡിലെ 13 കുടുംബാംഗങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. തൊഴിലുറപ്പിലും പഞ്ചായത്ത് വാർഷിക പദ്ധതിയിലും ഉൾപ്പെടുത്തി വാർഡിലെ എല്ലാ ഭാഗങ്ങളിലും റോഡുകൾ കോൺക്രീറ്റും ചെയ്ത് റീടാറിങ്ങും ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏകദേശം 80 ലക്ഷത്തോളം രൂപയുടെ റോഡ് മെയിൻ്റനൻസ് പ്രവൃത്തി 8ാം വാർഡിൽ ചെയ്തിട്ടുണ്ട്. പൂർണ്ണ ശൗചാലയം പദ്ധതി എന്നുള്ളത് നമ്മുടെ വാർഡിൽ കൊണ്ടുവന്ന ഒരു പുതുതായൊരു പദ്ധതിയായിരുന്നു. അത് നമ്മുടെ വാർഡിലെ 15ഓളം കുടുംബങ്ങൾക്ക് അത് നടപ്പിലാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന് മുന്തിയ പരിഗണന വാർഡിൽ നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ SSLC +2 വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ഉന്നത വിജയം നേടിയവരെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആഘോഷവേളകളിൽ സുഭിക്ഷ കിറ്റുകൾ, ചികിത്സാ സഹായങ്ങൾ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ഭവന പുനരുദ്ധാരണ സഹായങ്ങൾ എന്നിങ്ങനെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ടീച്ചർ വളരെ ആത്മാർത്ഥമായി എന്താവശ്യങ്ങൾ പോയി ആവശ്യപ്പെട്ടാലും അത് ആത്മാർത്ഥമായിട്ട് ആ ടീച്ചർ, ആ മെമ്പർ സ്വന്തം കുടുംബക്കാരെ നോക്കിയിട്ട് നമുക്കെല്ലാ ആനുകൂല്യങ്ങളും ഈ ടീച്ചർ, നമ്മുടെ മെമ്പർ 8ാം വാർഡിൻ്റെ മുട്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.